വീണ്ടും കൊയ്ത്ത്. അമ്പ കണ്ടോ, ഹെവി സാധനങ്ങൾ അടിച്ചു കയറ്റിയേക്കണേ. ഹായ്, നമസ്കാരം. ഇത് വോൾഗ ഫിഷിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇത് നമ്മളൊരു പുതിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇതിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇത് വെച്ച് നമ്മൾ ഫിഷിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെള്ളത്തിന് ചെറിയ കലക്കലൊക്കെ ഉണ്ട്, എന്നാലും മീനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഫിഷിങ് ചെയ്ത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോവാം. വാ. സിലോപ്പിയല്ലേ? രണ്ടു കൂടെ ഡാറ്റോറം പോയി കിട്ടും. പോയി കാണാം. കണ്ട് കണ്ട് മുമ്പിൽ കൂടെ പോയേട്ടാ, മുമ്പിൽ കൂടെ പോയേട്ടാ. ആ മീനിൻ്റെ മുമ്പിൽ കൂടെ പോയി. ഉണ്ട് ഉണ്ട് ഉണ്ട്, മീനുണ്ട്. ആ കയറിയിട്ടാണ് പോയാടിയൻ. ഇറങ്ങി ചെല്ലണ്ട, ആ വണ്ടിയിൽ കൂടെ കയറി വരില്ല കേട്ടോ. ഇത് ഈ വന്നെ. അയ്യോ, ചേട്ടനൊരു കാര്യം ചെയ്താൽ മതി. ആ വള്ളിയെ പിടിച്ച് താഴെ ഇറങ്ങി പോയിട്ട് അടിയിൽ കൂടെ അടിച്ച് കയറണം, എന്നാലേ വരുള്ളൂ. താഴെ ആ മരത്തിൽ ഇറങ്ങിപ്പോയി ചവിട്ടിക്ക്, എന്നിട്ട് ആ മരത്തിൻ്റെ അടിയിൽ കൂടെ അടിച്ചെടുക്കണം. ഞാൻ പിടിച്ച് നിർത്തി തരാം. ആ അങ്ങനെ വരുമ്പോൾ അടിച്ചു. ആ സെറ്റായിട്ട് പതുക്കെ മതി, പതുക്കെ മതി. അപ്പോൾ ആദ്യത്തെ മീൻ കയറി കിടപ്പുണ്ട്. കരയെ കയറ്റി കയറിയില്ലാന്ന് ഓർത്തത്. കാരണം തോക്കിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഡല്ല. അത് കുഴപ്പമില്ല, അതേ മീനിൻ്റെ ഡയറക്ഷൻ മാറിയതാ. ആ ഇപ്പം അടിക്കാം. ആ ഇപ്പം അടിക്കാം. സെറ്റായിട്ട് നിൽക്കണം. അടിച്ചോ, പെട്ടെന്ന് അടിച്ചോ. പിന്നല്ല, കയറി വരാൻ പാടാണോ? ചേട്ടൻ്റെ വള്ളി ആദ്യം ഒന്ന് കറക്കി സെറ്റ് ചെയ്യാവോ? സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആ അടുത്ത കൈ ഇവിടത്താ. വള്ളി അത് കുഴപ്പമില്ല, എൻ്റെ വള്ളി അത് ഞാൻ ലൂസാക്കി തരാം. അതും ദൂരം വെള്ളം നമുക്ക് ലൂസാക്കാമല്ലോ. എൻ്റെ പൊന്നെ, അങ്ങനെ ആദ്യത്തെ മീൻ നമ്മൾ കരയിൽ കയറ്റിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുവാണ്. ഇതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ആദ്യത്തെ മീൻ കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. 1/2 കിലോ മേളുള്ള ടൈപ്പ് മീനാണ് കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് പ്ലേസ്. ഓ ഷോട്ടാ മോനെ. എല്ലാ മീനും ഒറ്റയടിക്ക് സെത്ത് പോലെ കേട്ടോ. ചെളിയല്ല. അടിക്കണോ? ഓ ഇതങ്ങനെയാണോ അല്ലേ? ഞാൻ പരിപാടി പറഞ്ഞുതരാം, നിനക്ക് ഒറ്റ. ഇല്ല, തുളഞ്ഞ അപ്പുറം കിടക്കാം. ചാടിയൊന്നും പോകില്ല, അതോർത്ത് ചേട്ടൻ പേടിക്കണ്ട. വലിച്ചോ, ഒരു വലിയൊക്കെ വലിച്ചോ, കുഴപ്പമില്ല. ഒരു വലിയൊക്കെ വലിച്ചോ. ആ അപ്പുറം കിടക്കുന്ന സാധനം എങ്ങനെ പോകാനാ? ഈ സ്ലിങ് കയ്യിലുള്ളതുകൊണ്ടേ, മെഷീൻ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ കയറി ചുറ്റും. അവിടെ കൂടെ കടന്ന് കിട്ടിയാൽ മതിയില്ലേ? ഒരു കടമ്പേ അത്. ആ വള്ളി പൊട്ടിക്കാൻ പറ്റുമോ നോക്ക്. ആ പൊട്ടിക്കാൻ നമുക്ക് ആഞ്ഞു വിട്ടോ, ആവശ്യമില്ല. അതെ, ആ പിന്നെ ഗ്ലൗസേ കയറി വിട്ടോ വിട്ടോ. അമ്മേ, ആ ഗ്ലൗസേ കയറിയിട്ടേ ചുറ്റി പിടിക്കണേ. ആ മോനെ വരുന്നു. കൈ ഞാണമേ കളിയാ. താഴെ ഇറങ്ങി നിലത്ത് നിന്നിട്ട് പോസ്റ്റ് കാണിക്കാം. അടുത്ത കേട്ടോ, 6ാമത്തെ. അടുത്ത് നോക്കാം.
ഒന്ന് സെറ്റ് ചെയ്യട്ടെ എല്ലാം. എൻ്റെ അമ്മോ നടുവൊക്കെ പഴമായി. മാഷാ അല്ലാ. പണി വാളി. സുനീറേ ആ അയ്യോ പണി പാളിയിലോ മച്ചാമാരെ. ഓട്ടത്തിലാട്ടോ അടിച്ചു കയറ്റിയത്. എടാ മീനടിച്ച് തീർത്തേക്കോളാ. അപ്പോൾ ആ കാട്ടിനകത്തേക്ക് കയറി നിൽക്കുക, അടിച്ചെടുക്കണം. സിലോപ്പിയ. ആരാ ഉള്ള അവിടെ? പുള്ളിയോടെ? അതെയോ? അല്ല അവനടിച്ചാൽ കയറില്ലടാ, പാടാ. അത്യാവശ്യം മുഴുത്ത മീനാ. അതെ കറക്റ്റ്. എനിക്ക് തോക്ക് വയ്ക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് മുമ്പ് പിടിക്കാറുണ്ട് എനിക്ക് അതിനെ. വെട്ടൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ അടിച്ചിങ്ങ് എടുക്കാം. ഒരാളുണ്ടെങ്കിലേ കാണാൻ പറ്റുമെങ്കിൽ അടിച്ചെടുക്കാം. ഓ മീനെ കാണിച്ചു തരാം. ഇത് ഇപ്പം കിട്ടിയ മീനാട്ടോ. എത്രാമത്തെ ഏട്ടാ? 8ാമത്തെ അല്ലേ? 9ാമത്തെ മീൻ. അപ്പം അടുത്തായി. ഓ എൻ്റെ അളിയാ കയറി. ഇത്ര അടി അടിച്ചിട്ട് ഇതേ പോണു പണ്ടാരം. പറഞ്ഞു പോകല്ലേ, നല്ല പിടുത്തമുണ്ടല്ലോ അളിയാ. പോയോ? ആ ഇല്ല. അയ്യോ ഇതിലേ കയറിയേക്കണേ. ഇത് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്താൽ കരയെ കയറ്റാം. മൊത്തം ഉടക്കി. ഇത് താഴെ കിടക്കണേ. അയ്യോ ഇപ്പോൾ താഴെ പോവും. പോയോ? പോയിന്ന് തോന്നണോ? പോയിന്ന് തോന്നണു ചേട്ടാ, പോയിന്ന് തോന്നണു. ആ ഇല്ലില്ല മീൻ കിടപ്പുണ്ട്. അത് എങ്ങനെ അടിക്കും? ഇങ്ങോട്ടോ കാണാവോ? ഇങ്ങോട്ടോ അലമ്പുണ്ടാക്കണോ അവിടെ കിടന്ന്? ഇറങ്ങാം, താഴെ പോവാം. ചേട്ടൻ ഏറ്റവും താഴെ പോയിട്ട് അവിടെ കുത്തിയിരിക്കുക. എൻ്റെ ആ ഇലയുടെ അടിയിൽ കൂടെ നോക്ക്, താഴെ കാണാൻ മീൻ കിടക്കണേ. കണ്ടോ? ഓ ഷോട്ടറ മോനെ. കേറിയെന്നേ. ഈ പുള്ളി എന്നാ എൻ്റെ കയ്യിൽ ഇവിടെ എനിക്ക് കിട്ടി. പുള്ളി അവിടെ അടിച്ചു പൊള്ളിച്ചത്. എൻ്റെ വള്ളിയിൽ പക്ക ലൂസായിട്ട് കിടക്കണം. അത് അവിടെ ഉടക്കി കിടക്കണം. ഇപ്പം ഞാൻ എന്നാ ചെയ്യാനാ? അടിക്കുമ്പോൾ ഉടക്കില്ലാത്ത സ്ഥലം നോക്കി അടിക്കേണ്ട രണ്ടാമത്. ഓ പുള്ളിയുടെ റാട്ട് കയറിയിരിക്കണോ? വേണമെങ്കിൽ കയറിയാൽ മതി എന്നുള്ള രീതിക്ക്. ആ തുളഞ്ഞ അപ്പുറം പോയാണോ? അത്രയും മുഴുത്ത മീനായിരുന്നു ചേട്ടാ. തീരെ ചെറിയ മീനാന്ന് ഓർത്താ അടിച്ചേ. എവിടെ? ആ അതെ കുഴപ്പമില്ല. കാണിച്ചേ ഒന്നോ കാണിച്ചേ. ആ കൊള്ളാം, സെറ്റപ്പായിട്ടുണ്ട്. ഞാൻ കണ്ട മീനുണ്ടോ?
ഇതിലെ പോന്നേട്ടാ കറി എടുക്കുന്ന കേട്ട് നോക്കാം കേട്ടോ. ആ പോന്നു 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 പോന്നു. അത്യാവശ്യം 1 കിലോ ടൈപ്പ് കേട്ടോ എല്ലാം വെള്ളത്തിൽ കാണുന്ന എല്ലാം ചെറുതാട്ടോ. നമുക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഒരു മീൻ അടിച്ചാൽ 1 ലോഡ് ബാഗ് ഫ്രീ കിട്ടും. മീനൊന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. നാലാമത്തെ കേട്ടോ 1/2 കിലോ ടൈപ്പ്. ഇന്ന് വലുതൊന്നും കാണല്ല, മഴക്കാറ് വെയിലില്ല, ഇരുട്ട് കിടക്കുക. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. വാ കിട്ടിയതായി. കുടിക്കാറുണ്ട് കേട്ടോ. അവിടെ വെള്ളവും കുറവാണ്, നിരന്നൊഴുകുന്നു. ഒരു ചെറിയൊരു ചേറാനെ പിടിച്ചെടുത്തിട്ടുണ്ട്. തന്നെ ഉണ്ടായിരുന്നല്ലോ ആ ചേട്ടൻ വന്നില്ലായിരുന്നു പെട്ടെന്ന് വള്ളി ഉടക്കി കേട്ടോ. എവിടെ ഉടക്കി എടുക്കാം ഇല്ലുമുള്ളവരെ. എന്നെ ആരും വലിച്ചേറ്റ് വിളിയാ. പോയേക്കാം. ഓക്കെ ഏട്ടാ, താങ്ക്സ് കേട്ടോ. ചേട്ടൻ്റെ കഷ്ടപ്പാട് കണ്ടുപിടിച്ചത്. വള്ളി കുളമായി. വള്ളി കുളമായി. വള്ളി സമാധാനം കഴിക്കാം. വെടിയും പോകുമ്പോൾ രണ്ടവര് കാണിച്ച് ആ മോനെ വന്ന് ചാടിയല്ലാണോ കോമഡി എന്നാന്നുണ്ടോ അടിച്ചപ്പുറം കേൾക്കുമല്ലോ. ഇല്ലിക്കകത്ത് കയറി. ഇന്നലെ തന്നെ ബാക്കി തുടർച്ച. ആടി സെറ്റ് സാധനം അവിടെ കട. ഈ പുള്ളി ഒരുപാട് ദിവസം കൂടെ ഷൂട്ടിങ്ങിന് ഇറങ്ങിയത്. ഇത് വന്ന് കയറിയത് ചേറാനെ അടിച്ച് കയറ്റിയത് ഇട്ടേക്കും. എന്നാണ്ട് 3 ഉണ്ടോ? 3 ഉണ്ടാവില്ല അല്ലേ? ഇത് 3 2.5. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ. വൈൻഡപ്പ് ചെയ്യുക. ഇന്ന് നമ്മൾ വൈകുന്നേരം വരെ ഫിഷിങ് ചെയ്തു. അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. മീനെല്ലാം ഞാൻ കാണിച്ചു തരാം. അടിപൊളി സെറ്റപ്പായിരുന്നു. ഇന്ന് 2 ചേറാനും അടിച്ചിട്ടുണ്ട്. ഒരു 5-8-9 സിലോപ്പിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനെല്ലാം കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.